ഈ കിടക്കുന്നതേ ഒരു ടോയ് കാറല്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ത്യയിൽ ചെറിയ കാറുകൾ കുറേ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ കൊമറ്റ് കണ്ടിട്ടുണ്ട്, നാനോടെ നിയോ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ വിദേശത്തെ കാര്യമൊക്കെ എടുത്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലോകത്തെമ്പാടുള്ള കാര്യം എടുത്താൽ P50 മാത്രമല്ല ആ ഒരു BMW Z കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയുടെ ആദ്യത്തെ ഇലക്ട്രിക് കാർ എന്നൊക്കെ വിളിക്കാവുന്ന ഒരു കാറാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഇതെന്താണ് R എന്ന ലോഗോ? അങ്ങനെ പറയാൻ കാരണമുണ്ട്. ഇത് റേവ ഇലക്ട്രിക് കാർ കമ്പനി എന്ന ആ ഒരു കമ്പനിയുടെ 2001 മുതൽ 2012 വരെ നിരത്തിൽ നടന്ന വണ്ടികളൊന്നായിട്ടുള്ള റേവ I ആണ്. റേവ I എന്ന് പറയുമ്പോൾ ആ ഒരു ഐയിലുണ്ട്. ഇത് ഇലക്ട്രിക് കാറാണ്. അപ്പോൾ ഈ കാറിനെ ഒന്ന് ചുറ്റാണെന്ന് കാണിക്കാം. അതായത് നമ്മുടെ ആ ഒരു ഇന്ത്യയെ കറണ്ടിലേക്ക് അല്ലെങ്കിൽ ഇലക്ട്രിക്കിലേക്ക് ആനയിച്ച ഒരു വണ്ടി എന്ന നിലയ്ക്കുള്ള കുറേ അധികം കാര്യങ്ങളുള്ള വണ്ടിയാണ്. അപ്പോൾ ഇന്ത്യൻ മാനുഫാക്ചറാണ്. UK GVS എന്ന പേരിൽ കയറ്റിയിട്ടുണ്ട്. ടോപ്പ് ഗിയറിൻ്റെ എപ്പിസോഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ ഒരു ക്രെയിനും താഴ്ത്തിക്ക് ഇട്ടിട്ടുള്ള ആ ഒരു സീനൊക്കെ കണ്ടിട്ടുണ്ടാവും. എന്തായാലും ഇതിനൊരുപാട് കാര്യങ്ങളുണ്ട് പറയാനായിട്ട്. ഇത് ലിഥിയം അയൺ ബാറ്ററി അല്ല, സാധാ ആ ഒരു ലെഡ് ആസിഡ് ബാറ്ററി ആണ്. എന്നാലും ആ ഒരു കാലത്ത് അവർ ഇത്രയും ചിന്തിച്ചു എന്നുള്ള കാര്യമുണ്ട്. അപ്പോൾ കണ്ടാൽ ചെറുതാണെങ്കിലും തീർത്തും വലുത്. അപ്പോൾ അമ്പലം ചെറുതാണെങ്കിലും പ്രതിഷ്ഠ വലുതാ പറയുന്ന പോലെ ഇതിനകത്ത് അത്യാവശ്യം ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. എന്തായാലും എല്ലാം കാണിക്കാം. വണ്ടി പ്രാന്തൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു കുഞ്ഞ് കുട്ടിക്കാറാണത്. ഇതിൻ്റെ ഒരു ഷേപ്പ് നോക്കിയേ, ശരിക്കും നല്ല കൗതുകമുണ്ടല്ലേ. വലിയ ഗ്ലാസ് ഏരിയയാണ്. ഒരു സിംഗിൾ വൈപ്പർ കാണാൻ നാനോലൊക്കെ പോലെ. ആ ഗ്ലാസ് വാഷ നോസിലുണ്ട്, ചെറിയൊരു ബോണറ്റ് ഉണ്ട്. അപ്പോൾ അടിയിലാണ് ആ ബാറ്ററി മോട്ടറൊക്കെ. ഇതിൻ്റെ ഒരു കാര്യം പറയുമ്പോൾ ഇത് റിയർ വീൽ ഡ്രൈവാണ്, റിയർ മോട്ടറാണ്. പിന്നെ അലോയ് വീൽസ് അപ്പ് മാർക്കറ്റാണിത്. വണ്ടിയുടെ വീലല്ല, ആ വീലിൻ്റെ ഫോട്ടോയും കാണിക്കാം. ലൈറ്റുകളുടെ ഒരു സങ്കരം കണ്ടോ, 4 ലൈറ്റുകൾ നല്ല ഭംഗിയുണ്ട്, സർക്കുലറാണ്. അപ്പോൾ ഈ ബോഡി എന്ന് പറയുന്നത് ഇരുമ്പല്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഇതിനകത്ത് കുറച്ചധികം ആ ഒരു ഡിസൈൻ എലമെൻറ്റുകളൊക്കെ അവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു ടോയ് കാർ പോലെ എന്ന് പറയാം. വലിയ ആൻറ്റിന ഉണ്ട്. ഇപ്പോൾ സൈഡിലാണെങ്കിലും സ്ലൈഡിങ് വിൻഡോ ആണ്. ഈ സ്ലൈഡിങ് വിൻഡോ എന്ന് പറയുന്നത് ആ ഒരു ഡോറിൻ്റെ മുന്നിലെ ആ ഒരു വിൻഡോ ഒരു ഇത്തിരി പിന്നാക്കമാക്കാം എന്നുള്ളേ ഉള്ളൂ. ബാക്കിൽ ഒരു ക്വാർട്ടർ ഗ്ലാസ് കാണാം. അങ്ങനെ പറയുമ്പോൾ അതിൻ്റെ ബാക്കിൽ സീറ്റ് ഉണ്ട്. അതായത് കയറി നോക്കാം കേട്ടോ. കീ ഹോൾ കാണാം, ഈ ഒരു മിറർ കാണാം എന്നുള്ളതാണ് അല്ലേ. ഈ വണ്ടിയുടെ പിൻ ഗ്ലാസ് ആണ് അതിൻ്റെ ആ ഒരു ഹാച്ച് എന്ന് പറയുന്നത്. താഴെ ആ ഒരു ലൈറ്റിൻ്റെ ഒരു ഭംഗി നോക്കിയാൽ താഴത്തെ ലൈറ്റുകൾ പൊട്ടിയിട്ട് മാറ്റാനുള്ളതാണ്. ഒരു ഫ്ലാപ്പ് ബമ്പറിൽ കാണാം. പിന്നെ ഇതിൻ്റെ ആ ഒരു റൂഫിൻ്റെ ഹൈറ്റൊക്കെ കാണുമ്പോൾ അതിനകത്ത് ഇരിക്കുമ്പോൾ തല മുട്ടാതെ ഇരിക്കാൻ പറ്റുമ്പോൾ ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് ഭംഗിയുണ്ട് കാണാനായിട്ട്. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രമ്മാണ്. രണ്ടും മാരുതിയുടെ ബ്രേക്കുകളാണ്. ബാഡ്ജിങ് കാണാം. ഇവിടെയാണ് ചാർജിങ് സോക്കറ്റ്. ഇത് ആ ഒരു സാധാ ചാർജിങ് ആണ്, വീട്ടിൽ ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ലെഡ് ആസിഡ് ബാറ്ററി എന്ന് ഞാൻ പറഞ്ഞു. താഴെയാണ് അതിൻ്റെ ബാറ്ററി പാക്ക്. ബാക്കിലെ ആ ഒരു മോട്ടറിലാണ് വണ്ടി ഓടുന്നത്. ഇതൊരൊറ്റ ഗ്ലാസ് ആട്ടോ. ഈ ഗ്ലാസ്സിന് ഒരു ഹൈഡ്രോളിക് സ്റ്റെട്ടേ ഉള്ളൂ. പിന്നെ ബാക്കിലെ സീറ്റ് എന്ന് പറയുന്നത് കുഞ്ഞ് സീറ്റാണ്. ഞാൻ ഇരുന്ന് കാണിക്കാൻ ഒന്ന് ശ്രമിച്ച് നോക്കാം. ഇതിങ്ങനെ മടക്കാനൊക്കെ പറ്റും. അപ്പോൾ 2 സീറ്ററായിട്ട് യൂസ് ചെയ്യാനാണ് നല്ലത് എനിക്ക് തോന്നുന്നു. ഞാൻ എന്തായാലും ഇതിൻ്റെ അകത്ത് കയറട്ടെ. അതിന് മുന്നേ ബോണറ്റിനകത്ത് എന്താണെന്ന് നോക്കട്ടെ. ഈ ബോണറ്റിനകത്ത് സ്പെയർ വീലുണ്ട്. ആ ഒരു AC കംപ്രസർ ഉണ്ട്. അതെ, ഇതിനകത്ത് AC ഉണ്ട് എന്നുള്ളതാണ്. AC മോട്ടർ കേട്ടോ അത്. ഈ കാറിൻ്റെ AC ഒരു പ്രത്യേകത ഉണ്ട്. ഈ മോട്ടർ വെച്ചിട്ടാണ് ഇവിടെ കംപ്രസർ ഡ്രൈവ് ചെയ്യുന്നത്, ഒരു ബെൽറ്റ് വെച്ചിട്ട്. ഇത് BLDC അല്ല. തണുപ്പ് കൂടുമ്പോൾ ഈ ഒരു മോട്ടർ ഓഫായിട്ടാണ് ഈ ഒരു കംപ്രസർ ഓഫ് ആവുന്നത്. അപ്പോൾ തീർത്തും കട്ട് ഓഫ് ആവുക ചെയ്യുക. പിന്നീട് കൂള് വേണമെങ്കിൽ അത് വീണ്ടും ഓൺ ആവും. അതാണ് ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. പിന്നെ ജാക്ക്, ആ ഒരു സ്റ്റെപ്പിനി ടയർ എല്ലാം ഉണ്ട്. ഗ്ലാസ് വാഷ് ചെയ്യുന്ന ഒരു കാര്യങ്ങൾ. അങ്ങനെ വളരെ മിനിമലായിട്ടൊരു കാര്യമാണ്. ഇവിടെ ഒരു ഫോമൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിന് മുകളിൽ കണ്ടില്ലേ. പിന്നെ ബ്രേക്കിൻ്റെ ആ ഒരു ഫ്ലൂയിഡൊക്കെ തന്നെ കാണാം. ശരിക്കും ചെറിയ സ്ഥലത്ത് കുറേ അധികം കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് വേണ്ടി കേട്ടോ. ഈ ചെറിയ കാറിലെ ഏറ്റവും വലുത് ഈ ഡോറാട്ടോ. ഈ ഡോറിൻ്റെ വലുപ്പം തീർത്തും വലുതാണ്. ഈ വണ്ടിയുടെ മുക്കാൽ ഭാഗം ഡോറാന്ന് പറയാം. സ്ലൈഡ് ചെയ്യുന്ന വിൻഡോ നമുക്ക് നീക്കി വെക്കാനും പറ്റും. അങ്ങനെ നീക്കി വെച്ചാൽ ഇതിനകത്ത് നമുക്ക് കൈയിട്ട് ഇങ്ങനെ പൊക്കോ എന്ന് പറയാനുള്ള ആ ഒരു സ്ഥലമേ ഉള്ളൂ. പിന്നെ ഇതെല്ലാം ആ ഒരു പ്ലാസ്റ്റിക്കാണ്. പ്ലാസ്റ്റിക് എന്ന് പറയുമ്പോൾ ശരിക്കും ആ കോമ്പോസിറ്റ് മെറ്റീരിയലാണ്. ചെറിയ സ്റ്റിയറിംഗ് ആണ്. സ്റ്റിയറിങ്ങിന് കോണ്ടോറൊക്കെ ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ റേവയുടെ ലോഗോ ഉള്ള സ്റ്റിയറിംഗ് കാണാം. AC ഉണ്ട്. ACക്ക് 4 ഫാൻ സ്പീഡ് ഉണ്ട്. കൂടാതെ ഇവിടെ ആ ഒരു കൂളിംഗ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. ഔട്ട്സൈഡ് ആ ഒരു ഡിഫോഗർ കാര്യങ്ങളുണ്ട്. ഡാഷ്ബോർഡ് ചെറുതാണ്. പഴയ കോൾസിൻ്റെ പോലുള്ള ആ ഒരു ഹാൻഡ് ബ്രേക്കാണ്, ഷിഫ്റ്ററാണ് ഈ കാണുന്നത്. ഇതാണ് റേവയുടെ ഡാഷ്ബോർഡ്. ഈ ഡാഷ്ബോർഡിൻ്റെ വലതുവശത്ത് നമുക്ക് ആ ഒരു ഷിഫ്റ്റർ കാണാം. ഷിഫ്റ്റർ എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ആ ഒരു കളിപ്പാട്ടം പോലെ തന്നെയാണ്. പിന്നെ സ്റ്റിയറിംഗ് ഉണ്ട്. സ്റ്റിയറിങ്ങിൻ്റെ മുകളിൽ ആ ഒരു സ്വിച്ച് കീ നമുക്ക് കാണാം, സ്റ്റാർട്ട് ചെയ്യാനുള്ളത്. ഈ AC കൺട്രോൾസൊക്കെ തീർത്തും ലാളിത്യമുള്ളതാണ്. പിന്നെ ഇവിടെ നമുക്ക് ആ ഒരു വലിയ ഹാൻഡ് ബ്രേക്ക് ലിവർ കാണാം, കോൾസിലൊക്കെ കണ്ട പോലെ. ഇവിടെ സ്റ്റീരിയോ വെക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട്, വേണമെങ്കിൽ അത് തുറക്കണം. കൂടാതെ ഡിഫോഗറിൻ്റെ സ്വിച്ച് കാണാം. ഒരു സ്റ്റോറേജ് സ്പേസും കൂടി കണ്ടോ. ഈ സീറ്റിൻ്റെ താഴെ കാണുന്ന ആ ഒരു പീസിലാണ് ബാറ്ററി ഇരിക്കുന്നത്. സീറ്റിന് മാറ്റിസിൻ്റെ സീറ്റായിട്ട് സാമ്യമുണ്ട്. അപ്പോൾ പല വണ്ടികളുടെയും പാർട്സ് ഉണ്ടാക്കിയ വണ്ടി തന്നെ ആയിരിക്കണം റേവ I എന്ന് പറയുന്നത്. കാരണം അവരെല്ലാം വെണ്ടറിനെ കൊടുത്ത് എടുത്തൊന്നും പറയാൻ പറ്റില്ല. ചെറിയ കാറാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നല്ല ഹെഡ് റൂം ഉണ്ട്. എനിക്ക് ഈ തൈ സപ്പോർട്ടൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു. നമ്മൾ ഇരിക്കുന്ന ഒരു സീറ്റിലിരിക്കുന്ന പോലെ, ഒരു ചെയറിലിരിക്കുന്ന പോലെയാണ്. ഇപ്പോൾ നാനോയിലിരിക്കുന്ന ഒരു ഫീൽ ഉണ്ട്. സ്പീഡോമീറ്ററും കൊള്ളാം. ആ ഒരു സ്പീഡുണ്ട്. ആ ഒരു ടെയിൽ ലൈറ്റ്സ് ഉണ്ട്. ആ ഒരു ഫ്യൂവൽ അഥവാ ബാറ്ററി മീറ്റർ ഉണ്ട്. അത്രയൊക്കെ തന്നെ കാണുള്ളൂ. എനിക്ക് തോന്നുന്നു ഒരു കുഞ്ഞൻ വണ്ടി എന്ന നിലയ്ക്ക്, ഒരു കൗതുകത്തോട് ഓടിക്കാവുന്ന വണ്ടി എന്ന നിലയ്ക്ക് ഈ വണ്ടി കാണാവുന്നതാണ്. ഇതിനെ പല കൺട്രികളിലും ക്വാർട്ടർ സൈക്കിൾ എന്ന് പറയുന്നത് ഹൈവേ ലീഗലല്ലായിരുന്നു. അതുപോലെ ചെറിയ സിറ്റി കാറായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ലോകമെമ്പാടും ഒരുപാട് വിറ്റിട്ടുള്ള വണ്ടിയാണോ എന്ന് വെച്ചാൽ നമ്പേഴ്സ് കൂടി ഞാൻ പറയാം.
ഇതിലെ ബ്രേക്കിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ സ്വിച്ച് ഗിയറൊക്കെ 800 ആണ്. ഇപ്പോൾ ലോ ഹൈ മാത്രമേ ഉള്ളൂ, ആ ഒരു ഇൻ്റർമീഡിയറ്റ് ഫംഗ്ഷൻ ഇല്ല വൈപ്പറിന്. കൂടാതെ ഹാസാർഡ് ലൈറ്റിൻ്റെ ആ ഒരു പുള്ളി ചെയ്യുന്ന ആ ഒരു മെക്കാനിസം മുകളിലായിട്ടാണ്, അതും മാരുതി 800 ആണ്. ഇവിടെ ഹെഡ് ലാമ്പിൻ്റെ ആ ഒരു സ്വിച്ചുകളും മാരുതി 800 ആണ്. ബ്രേക്ക് പോലെ തന്നെ മിറർ കൊള്ളാം, അതായത് സാധാരണ കുഞ്ഞു മിററാണ്, സൺവൈസറുകളൊക്കെ ചെറുതാണ്. ഈ വണ്ടിയുടെ എല്ലാ കാര്യങ്ങളും ടൈനി ടീനിയാണ്. ഈ ലൈറ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഒരു കാര്യമായിട്ട് കാണാം. എന്ന് വെച്ചാൽ ഈ ഒരു കുഞ്ഞു വണ്ടിക്കകത്ത് എല്ലാം ഉൾപ്പെടുത്തുന്നതാണ്. ഇനിയാണ് $1 million ക്വസ്റ്റ്യൻ. ഈ കുഞ്ഞു കാറിൽ 4 സീറ്റുണ്ടെന്ന് പറഞ്ഞില്ലേ, പക്ഷെ ചോദ്യം ഇതാണ്, ആ പെണ്ണിലെ സീറ്റിൽ ഇരിക്കാൻ പറ്റുമോ? ശ്രമിച്ചു നോക്കാം. ആദ്യം ഡോർ തുറക്കണം, പിന്നെ സീറ്റ് മുന്നോട്ടാക്കണം, ഇതിങ്ങനെ മുന്നോട്ടാക്കണം, എന്നിട്ട് ഇതിന് മടക്കണം, അതിനുശേഷം ക്ലൈംബ് ചെയ്യുക അതിനകത്തേക്ക്. ആക്ച്വലി ഇരിക്കാൻ പറ്റും, ചെറിയ യാത്രകൾക്കൊന്നും കുഴപ്പമുണ്ടാവില്ല. മുന്നിലത്തെ ഡ്രൈവർ ഒന്ന് കനിഞ്ഞാൽ മതി, കുറച്ച് മുന്നോട്ട് ഇട്ടാൽ മതി, ഇരിക്കാൻ പറ്റും. സ്റ്റിൽ ഇതൊരു 4 സീറ്ററായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഒരു കുഞ്ഞിയ വണ്ടി എന്ന നിലയ്ക്ക്, ഒരു കൗതുകം എന്ന നിലയ്ക്ക് ഇതിനകത്ത് കയറിയിരിക്കാൻ രസമുണ്ട് കേട്ടോ. ഇന്ത്യയിൽ നിർമ്മിച്ചിട്ട് കുറേ സ്ഥലത്തേക്ക് പോയിട്ടുള്ള വണ്ടിയാണ് റേവ ഐ എന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു 2001 മുതൽ ആ ഒരു 12 വരെ കാലഘട്ടത്തിൽ ഏകദേശം 26-28 കൺട്രികളോട് കൂടിയിട്ട് 4600-ഓളം ഈ ഒരു ജീവിസ് അല്ലെങ്കിൽ നമ്മുടെ റേവ ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ ജീവിസ് വിറ്റിട്ടുള്ളതാണ്. അപ്പോൾ റേവ ആയി എന്നുള്ളത്. അപ്പോൾ റേവയുടെ 2ാമത്തെ മോഡലാണ്. റേവയുടെ ഒരു സാധാ മോഡൽ എന്ന് പറയുന്നത് 2008 വരെയാണോ ആ ഒരു കാലഘട്ടത്തിലായിരുന്നു. പിന്നീടാണ് ഈ ഒരു വണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു കൂടിയ മോഡലെന്ന്, ഇതിനൊരു വിപുലമായ മോഡലെന്നൊക്കെയാണ് മഹീന്ദ്രയുടെ E2 പ്ലസിനൊക്കെ പറയാൻ പറ്റുള്ളൂ. അവിടുന്ന് അങ്ങോട്ടാണ് ഇന്ത്യയുടെ ഇലക്ട്രിക് യുഗം എന്ന് പറയുന്ന കാര്യങ്ങൾ മാറിയത്. ടിയാഗോ ആയിട്ടും ടിഗോറായിട്ടും ഇപ്പോൾ നെക്സോൺ EV ആയിട്ടും പിന്നീട് അങ്ങോട്ട് EVകളുടെ ഒരു ബഹളം തന്നെ നമ്മൾ നമ്മുടെ റോട്ടിൽ കണ്ടു. എന്തായാലും അതിനൊക്കെ തുടക്കം കുറിച്ചൊരു വണ്ടി എന്ന് നൽകി ഈ വണ്ടിക്ക് തീർത്ത് നമ്മുടെ ഇന്ത്യൻ നിരത്തിൽ ഒരു വലിയ പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ്. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നൈസാണ്. അപ്പോൾ ഇതിന് മുകളിൽ വൈൽഡ് വോൾഫ് എന്നൊക്കെ സ്റ്റിക്കർ അടിച്ചിട്ടുണ്ട്. ഇത് ഹിസാമിൻ്റെ വണ്ടിയാണ്. ഹിസാം എന്ന് പറയുന്നത് നമ്മുടെ SS80 ഷൂട്ട് ചെയ്ത ആ ഒരു ഹിസാമിൻ്റെ വണ്ടിയാണ്. ഓട്ടോ സ്റ്റാർക്ക് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി കാര്യങ്ങൾ അറിയാൻ പറ്റും. അപ്പോൾ ഈ വണ്ടി എത്ര രൂപയ്ക്ക് മേടിച്ചെന്നും ഇത് എവിടുന്നാണ് മേടിച്ചെന്നും ഇത് എന്തുകൊണ്ട് മേടിച്ചെന്നും പറയണം. ഞാനൊന്നും ചോദിക്കുന്നില്ല, എല്ലാം അവൻ പറയട്ടെ. ബാ ഹായ് എന്നാ പറഞ്ഞോ, മൈക്കൊക്കെ നമ്മൾ വീഡിയോ വന്നൊക്കെയാണ് പറയാനുള്ളതൊക്കെ പറഞ്ഞു. നമ്മൾ SS80 ഡെയിലി ഒരു യൂസ് ചെയ്തുകൊണ്ടിരുന്നായിരുന്നു. പക്ഷെ അതിൽ ഇപ്പോഴത്തെ എറണാകുളത്ത് നമുക്ക് യൂസേജിന് പറ്റില്ല. ഇപ്പോൾ ഒരു മൂവ്മെൻ്റ് എല്ലാം ഭയങ്കര സ്ലോ ആണെങ്കിൽ വീണ്ടും ക്ലച്ച് അപ്ലൈ ചെയ്യണം, ഫസ്റ്റ് ഇടണം. പിന്നെ അതൊരു പാടായതുകൊണ്ട് പിന്നെ എങ്ങനെയാണ് ഒരു EVയിലേക്കുള്ളൊരു ഓപ്ഷൻ വന്നത്. പിന്നെ ഓഫ് കോഴ്സ് ബെസ്റ്റ് ഓപ്ഷൻ ടിയാഗോ ആണ്. എന്നാലും പക്ഷേ കുറച്ചും കൂടി ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി നോക്കിയപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും സ്മോളസ്റ്റ് EV എന്നുള്ളൊരു കാറ് ഞാൻ കണ്ടു, പല വ്ളോഗും കണ്ടു. ഇപ്പോൾ ഇവിടെ കുറവാണ്. അങ്ങനെ ബാംഗ്ലൂർ ഒരു സ്ഥലത്ത് തപ്പി ഒരു സ്ഥലത്തുനിന്ന് നമ്മൾ വണ്ടി എടുത്തു. AC ഉണ്ട്. സിംഗിൾ ചാർജിൽ എനിക്കിപ്പോൾ ഏകദേശം ഒരു 60-65 കിട്ടും. AC-യിലാണെന്നുണ്ടെങ്കിൽ ഒരു 50 ഒക്കെ കഴിഞ്ഞാൽ AC ഓട്ടോമാറ്റിക്കലി കട്ട് ഓഫ് ആവും. 25% ബാറ്ററി ഉള്ളൂന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളെങ്കിൽ ഓട്ടോമാറ്റിക്കലി കട്ട് ഓഫ് ആവും. അങ്ങനെ ഡെയിലി ഇപ്പോൾ ഇതാണ് യൂസ് ചെയ്യുന്നത്. പ്രൈസ് ഇത് ഇറങ്ങുമ്പോൾ 5 something ഒക്കെ ഉണ്ടായിരുന്നതാണ് ഞാൻ അറിഞ്ഞത്. പക്ഷേ ഞാൻ എടുത്തത് ഏകദേശം 1.5 lakhs ബിലോ ആണ്. മാർക്കറ്റ് പ്രൈസ് പറഞ്ഞാൽ 2.5 ആണ്. 2.5 ലക്ഷത്തിന് ഇവിടെ കുറേ പേര് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് അങ്ങനെ റോഡിലധികം ഞാൻ ഇവിടെ എറണാകുളത്ത് കുറച്ചേ കണ്ടിട്ടുള്ളൂ. ബട്ട് ഇറ്റ്സ് വെരി ഗുഡ്. നമ്മളിപ്പോൾ ബ്ലോക്കിലൊക്കെ ആണെന്നുണ്ടെങ്കിലും ഡ്രൈവിലിട്ടിട്ട് വെറുതെ ഇരുന്നാൽ മതി. ഫ്രണ്ടിൽ മൂവ്മെൻറ്റ് വരുമ്പോൾ ജസ്റ്റ് പെഡൽ ചെയ്യുക, വണ്ടി മൂവ് ചെയ്ത് പോയിക്കോളാം. ഞാൻ കുറച്ച് സംസാരിച്ചത് മൈക്ക് അവന് വെച്ച് കൊടുത്തോണ്ടാണ്. എനിക്ക് ഈ കാര്യത്തിൽ ഹിസാമിനോട് കുറേ അധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇവൻ്റെ ഒരു SS80, ഇവൻ്റെ ജീപ്പ് എല്ലാം പ്രത്യേകതയുള്ള വണ്ടിയാണ്. അപ്പോൾ ഒരു പ്രത്യേകതയുള്ള വണ്ടി പോയി മേടിക്കുക എന്നുള്ളത് ഒരു തിങ്ങാണ് പുള്ളിയുടെ. എന്തായാലും നന്നായിട്ടുണ്ട്, അഭിനന്ദനങ്ങൾ. താങ്ക് യു സോ മച്ച്. ജീവിസ് അഥവാ റേവ ഐ ഓടിക്കുകയാണ്. ഈ മീറ്റർ ക്ലസ്റ്ററിൽ മൈൽസും ഉണ്ട്, കിലോമീറ്ററും ഉണ്ട്. അപ്പോൾ ബൂസ്റ്റ് മോഡിലിട്ടിട്ട് ഞാൻ ഒന്ന് കാല് കൊടുക്കുകയാണ്. ഓക്കെ, ഹിസാമിൻ്റെ റേഞ്ചാണ് ഞാൻ തിന്നുകൊണ്ടിരിക്കുന്നത്, വാട്ടവർ. കാല് കൊടുക്കുമ്പോൾ വണ്ടി ഏറെക്കുറെ 60 കിലോമീറ്റർ സ്പീഡിൽ പാഞ്ഞു കയറി പോയി. എന്ന് വെച്ചാൽ $30 miles, 40 miles. എന്താണ് ഞാൻ മൈൽസ് പറയാൻ കാരണം അറിയോ? ഇത് ജീവിസ് എന്നുള്ള പേരിൽ ശരിക്കും പറഞ്ഞാൽ വിദേശത്ത് വിറ്റുന്നത് ഞാൻ പറഞ്ഞില്ലേ. അതുകൊണ്ട് തന്നെ ഇതിന് മൈൽസ് മീറ്ററും കൊടുത്തിട്ടുണ്ട് വരും. അപ്പോൾ നമുക്ക് മൈൽസിൻ്റെ സ്പീഡ് കണക്കാക്കാൻ പറ്റുന്നതാണ്. ഞാൻ വീണ്ടും ആ ഒരു ഫോർവേഡിലേക്ക് ആകട്ടെ. അപ്പോൾ 17 HP-യോളമാണ് ഇതിൻ്റെ പവർ. കൂടാതെ 52 Nm ടോർക്കും ഉണ്ട്. ഇതെന്ന് പറയുന്നതേ ഒരു സിറ്റി കാർ എന്ന നിലയ്ക്ക് തീർത്തും കിടിലൻ കേട്ടോ. എനിക്ക് തോന്നുന്നത് ഈ ബാറ്ററി പാക്ക് മാറ്റണം. ബാറ്ററി പാക്ക് മാറ്റിയിട്ട് ആ ലിഥിയം അയൺ ബാറ്ററി പാക്ക് വെക്കണം. ടിയാഗോലോ അല്ലെങ്കിൽ ആ ഒരു നിയോലോ ഉള്ള ബാറ്ററി പാക്ക് വെക്കണം. ആ ബാറ്ററി പാക്ക് വെച്ച് കഴിയുമ്പോൾ റേഞ്ച് എന്നുള്ളത് 100 കിലോമീറ്റർ വരെ കിട്ടിയെന്ന് വെച്ചോ. വാവ്, ഫാസ്റ്റ് ചാർജിങ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കോമറ്റിൻ്റെ ഒക്കെ ചെറിയ രൂപം നിലയ്ക്ക് ഓടിച്ചു നോക്കാം.
ഇത് ശരിക്കും നല്ല രസം ഓടിയാണ്. സർപ്രൈസ് സർപ്രൈസ് സർപ്രൈസ്. ഞാൻ പ്രതീക്ഷിച്ചില്ല. ഒരു 14 വർഷം മുന്നത്തെ ഒരു കാലം ആലോചിച്ചേ. 2001 അല്ലെങ്കിൽ 2011 വിളിച്ചോ, ആ ലാസ്റ്റ് ഇറങ്ങിയ ജീവിസിന്റെ കാര്യം പറഞ്ഞാൽ മതി. അന്ന് ഈ വണ്ടി ഇറങ്ങിയപ്പോൾ എനിക്ക് തോന്നുന്നു വിപ്ലവമായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവും. മഹീന്ദ്ര E2O എന്ന് പറയുന്ന ആ വണ്ടി വന്നപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് കട്ടിംഗ് എഡ്ജ് ആണ്, കുറേ അധികം ടെക്നോളജികളുണ്ട്. അപ്പോൾ അതിൻ്റെ ആദ്യ രൂപം നിലയ്ക്കുള്ള ഈ ഒരു വണ്ടിയോ, എനിക്കിതിൻ്റെ AC ഇഷ്ടപ്പെട്ടു, ഇതിൻ്റെ റൈഡ് ഇഷ്ടപ്പെട്ടു, ഇതിൻ്റെ സീറ്റ് ഇഷ്ടപ്പെട്ടു, ഇതിൻ്റെ ഇരിപ്പ് ഇഷ്ടപ്പെട്ടു, ഇതിൻ്റെ സ്റ്റിയറിംഗ് ഇഷ്ടപ്പെട്ടു. ലൈക്ക് എ ഗോ കാർട്ട്, ലൈക്ക് എ കുട്ടിക്കാർ, ലൈക്ക് എ ടോയ് കാർ. നൈസ് നൈസ് നൈസ്. ഓ ഫീൽ ഗുഡ്. പക്ഷേ ഇന്നത്തെ ഇലക്ട്രിക് കാറുമായിട്ടുള്ള കമ്പാരിസൺ ഒന്നുമില്ല. ഇന്നത്തെ ടിയാഗോ അല്ലെങ്കിൽ ഇന്നത്തെ കോമറ്റ് അല്ലെങ്കിൽ ഇന്നത്തെ വണ്ടികളായിട്ടൊരു കമ്പാരിസൺ വണ്ടിക്കില്ല. അതൊക്കെ മാറ്റി നിർത്തണം. പക്ഷേ ഞാൻ പറയുന്നത് 14 വർഷം മുന്നത്തെ കാര്യമാണ്. അന്ന് ഈ വണ്ടിയുടെ അവസ്ഥ എന്തായിരിക്കും, എന്ത് മാത്രം ഫ്യൂച്ചറിസ്റ്റിക് ആണ്, എന്ത് മാത്രം ആ ഒരു ബോഡിയുടെ കാര്യമാണ്, കോമ്പോസിറ്റ് വരെയുള്ള ബോഡിയുടെ കാര്യമാണെങ്കിലും ഈ ഡാഷ്ബോർഡിൻ്റെ കാര്യമാണെങ്കിലും വിടുത്താണെങ്കിലും ഹൈറ്റ് ആണെങ്കിലും ഉയരാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഉയരൊന്നാണ് ഇരിക്കുന്ന ആ ഒരു പൊസിഷൻ ആണെങ്കിലും ബ്രേക്സിൻ്റെ ആ ഒരു ബൈറ്റ് ആണെങ്കിലും എല്ലാം എനിക്ക് തോന്നുന്നു ഒരു കാർ അല്ലെങ്കിൽ ക്വാർട്ടർ സൈക്കിൾ വിളിക്കുന്ന കൺട്രികളുണ്ട്. ഞാൻ പറഞ്ഞു അവരുടെ കാര്യത്തിൽ ക്വാർട്ടർ സൈക്കിൾ അല്ലെങ്കിൽ ഒരു മോഡേൺ കാറിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഇലക്ട്രിക് കാർ. അന്ന് പെട്രോൾ കാർ ഓടിച്ചു പോകുന്ന ആൾക്കാർ ഈ റേവ കണ്ടപ്പോൾ ഓ ഇലക്ട്രിക്കൽ കാറിനാക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടാവില്ലേ. ഞാൻ ആലോചിക്കണം ആ ഒരു കാലഘട്ടമാണ്. ഓക്കെ, ഈ വണ്ടി കൊള്ളാം. ഇത് ഒരു സിറ്റി കാർ എന്ന നിലയ്ക്ക് പറ്റുന്ന വണ്ടിയാണ്. ബാറ്ററി പാക്ക് മാറ്റി കഴിഞ്ഞാൽ കുറച്ചും കൂടി പ്രാക്ടിക്കലായിരിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇത് മതി. ഒരു 50 കിലോമീറ്ററൊക്കെ ഡെയിലി ഓടാനുള്ള ഒരാൾക്ക് ഇത് മതി. ടേണിംഗ് റേഡിയസ് ഒക്കെ തീർത്തും നീറ്റാണ്. ഒരു നാനോ ഓടിച്ച ആൾക്ക് അല്ലെങ്കിൽ ഒരു ജിമ്മിന് ഇഷ്ടപ്പെട്ട് ഓടിക്കുന്ന ആൾക്ക്, ഒരു കുഞ്ഞു കാർ ഇഷ്ടമുള്ള ആൾക്ക് ഇത് അൾട്ടിമേറ്റ് ആട്ടോ. നൈസ് നൈസ്. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത വീണ്ടും വരാം. അതിലേക്ക് നന്ദി, നമസ്കാരം.